ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഈ അച്ചാറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വിൽപ്പന നടത്താവുന്നതാണ്. അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്താൽ മതി. അത് ഞാൻ അവസാനം പറയാം. ഇതിനായി ഞാനൊരു 24 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 750 ഗ്രാം ഉണ്ടാവുമായിരിക്കും. ലൈറ്റ് പച്ച കളർ നെല്ലിക്കയാണെങ്കിൽ അത് നല്ല മൂത്ത നെല്ലിക്ക ആയിരിക്കും. അതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ട് വരും. ഇതിങ്ങനെ ആവിയേറ്റണത് ഇതിൻ്റെ കയ്പൊന്ന് കുറയാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു തുണി വെച്ചത് തുടച്ചു കൊടുക്കാം. ഈ നെല്ലിക്കയിൽ 6 ലൈൻസ് ഉണ്ട്. ആ ലൈൻസൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും. ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഇതിന് നല്ലത്. അതിലേക്ക് 2 ബൾബ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാനത് മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് 2-3 ദിവസം കഴിയുമ്പോൾ നെല്ലിക്കയുടെ ഒപ്പം ഇങ്ങനെ അലിഞ്ഞു വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുറിക്കാത്തത്. ചെറുതായിട്ട് മുറിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി പൊടിഞ്ഞ പൗഡറാണെങ്കിൽ അത് മുളക് പൊടിയൊക്കെ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ചതച്ചതായതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്കെടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി തന്നെ എടുത്താൽ മതി. കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇത്തിരി കൂടി കളർ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയുടെ ചൂട് പോയിട്ടുണ്ടാവില്ല, അപ്പോൾ അതിൽ കിടന്ന് തന്നെ ഒന്ന് നന്നായിട്ട് ആയി വരും. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1/4 കപ്പ് വിനാഗിരിയാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വിനാഗിരിയിലെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആ ഗ്രേവി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചേക്കണം നെല്ലിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇട്ടാലും മതി കേട്ടോ. ഇങ്ങനെ ചെറുതാക്കണമെന്നില്ല. ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അന്നേരം തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങാം. ഇതുണ്ടാക്കി കഴിയണ ആ സമയം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. ഈ നെല്ലിക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നെല്ലിക്ക ആവി കയറ്റി കുറച്ച് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ആയി വരുമ്പോൾ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അച്ചാർ കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ കൂടുതൽ വേണം, പിന്നെ ഉപ്പും കൂടുതൽ വേണം. പിന്നെ വ്യാവസായികമായിട്ടൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ 1 കിലോ മാങ്ങയോ നെല്ലിക്കയോ നാരങ്ങയോ എന്താണേലും അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 3 ഗ്രാം സോഡിയം ബെൻസോയേറ്റ് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോഴാണ് ഈ സാധനം ചീത്തയാവാതിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാറൊക്കെ ചീത്തയാവാതെ കുറേ കാലം ഇരിക്കുന്നത്. നിങ്ങൾക്കിത് വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ സാധനം കൂടി ഇട്ടിട്ട് സെയിൽ നടത്താം. ഈ അച്ചാറിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ടാണ് ആ പ്രിസർവേറ്റീവ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസം മുതൽ നമുക്ക് നെല്ലിക്കയും ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നെല്ലിക്ക ഉപയോഗിച്ച് തുടങ്ങി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.